വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷിൽ നിന്ന് സ്വതന്ത്രമായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദിവസത്തെയാണ് നമ്മൾ ഓഗസ്റ്റ് 15 അല്ലേ സ്വതന്ത്ര ദിനമായിട്ട് വർഷം ആഘോഷിച്ച് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ ദിനം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ നടന്ന വസ്തുതകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുകയും ചെയ്യാം. നോട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം വാട്സാപ്പ് ചാനലുകളിൽ ജോയിൻ ചെയ്യുക. ബെറ്റർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ അല്ലേ വർഷങ്ങളായിട്ട് ഒരു നമുക്കൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ കാലം മുതൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുക്കുകയാണ് അല്ലേ. 1858 ആയപ്പോഴത്തേക്കും പൂർണ്ണമായും ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലോട്ട് എത്തുന്നു. പിന്നീടുള്ള കുറേ വർഷങ്ങൾ നമ്മുടെ സ്ട്രഗിളുകളൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നു സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയാണ് അല്ലെ. കുറച്ച് സാഹിത്യ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരിറ്റ് കണ്ണീരോടുകൂടി അല്ലാതെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ പറയുന്ന ഭാഗങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവസാന വൈസ്രോയി ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ പ്ലാൻ വരുന്ന കാര്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് അല്ലെങ്കിൽ അവസാന ചാപ്റ്ററിൽ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ ബൾക്കൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാനൊക്കെ പ്രകാരം എന്ത് തീരുമാനിക്കുന്നു, ഇന്ത്യയെയും പാകിസ്ഥാനെയും ഡിവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആരെ കാണാൻ പറ്റും, നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റൺ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ഉണ്ട്. ഇവിടെ പാകിസ്ഥാന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്നയും ഉണ്ട്. ജൂൺ 7 തീയതി 1947 അവരെന്ത് ചെയ്യുവാണ്, ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പ്ലാന് ഇവിടെ വിസ്തരിച്ചു കൊടുക്കുകയാണ്. അതിന് പ്രകാരം ഇന്ത്യ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ബൗണ്ടറി തീരുമാനിക്കാനായിട്ട് ഒരു വിദേശി ലോയറിനെ കൊണ്ടുവരുന്നു. അയാളാണ് ആര്, സിറിൽ റാഡ്ക്ലിഫ്, ഈ കാണുന്ന ക്ലവൻ. അപ്പോൾ ഈ പറയുന്ന സിറിൽ റാഡ്ക്ലിഫ് എന്ത് ചെയ്യുന്നു, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തീരുമാനിക്കുന്നു. അന്നത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഇന്ത്യ ആയിരുന്നു. അതിൽ ഈ പറയുന്ന പഞ്ചാബിൻ്റെയും ഈ രാജസ്ഥാൻ്റെയും ഭാഗത്തിനെയും ഗുജറാത്തിൻ്റെ ഭാഗത്തിനെയും ഡിവൈഡ് ചെയ്ത് ഈ ഇടതുവശത്ത് നമുക്ക് എന്താക്കി മാറ്റി, വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് മാറ്റി. കാരണം ഈ പറയുന്ന ഭാഗമൊക്കെ പഞ്ചാബിൻ്റെ പ്രവിശ്യയായിരുന്നു. ആ പഞ്ചാബിൻ്റെ പ്രവിശ്യയിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തിനെ ഈസ്റ്റ് പഞ്ചാബ് എന്നും ഈ ഭാഗത്തിനെ വെസ്റ്റ് പഞ്ചാബ് എന്നും വിളിക്കാം. അപ്പോൾ വെസ്റ്റ് പഞ്ചാബിൻ്റെ ഭാഗവും ബാക്കി ഭാഗങ്ങളും കൂടെ ചേർത്തിട്ട് വെസ്റ്റ് പാകിസ്ഥാനും, ഇവിടെ ബംഗാൾ എന്ന് പറയുന്ന ഭാഗം ഇത്രയും വരും. നമ്മൾ ഇന്നത്തെ വെസ്റ്റ് ബംഗാളും ഇന്നത്തെ ബംഗ്ലാദേശും കൂടെ ചേർത്ത് വരുന്ന ഭാഗം. അപ്പോൾ അതിൽ ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗ്ലാദേശിൽ വന്നതായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ഇവിടെ വരുന്ന വെസ്റ്റ് ബംഗാളിനെ നിലനിർത്തി ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ ഒരു ഭാഗം ആർക്ക് കൊടുത്തു, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിൽ ഡിവൈഡ് ചെയ്തു. ഇതൊക്കെ തീരുമാനിച്ച ആരാണ്, ഈ പറയുന്ന ഇന്ത്യയിലെത്തുകയോ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയിട്ട് ഒരു അറിവുമില്ലാത്ത ഈ പറയുന്ന സിറിൽ റാഡ്ക്ലിഫ് 5 ആഴ്ച കൊണ്ട് എന്ത് ചെയ്തു, ഇന്ത്യയെ അങ്ങോട്ട് കീറി മുറിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ തീരുന്ന ഒന്നായിരുന്നില്ല. കൊടിയ പീഡനങ്ങൾ, ക്രൂരതകളാണ് നമ്മുടെ ഇന്ത്യയിൽ അരങ്ങേറിയത്. പ്രധാനമായിട്ടും ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും ഇടയിൽ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അല്ലേ. പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശത്രുവിനെ കേൾക്കുന്ന ഒരു മനോഭാവം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ഇന്ന് നടന്ന ഇവൻറ്റുകൾ ഒരു കാരണമാണ്. തുടങ്ങാമല്ലോ, നോക്കൂ. ഇത് നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രഖ്യാപനം അറിഞ്ഞ് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിൽ ഈ പറയുന്ന എത്തിച്ചേർന്ന ജനങ്ങളെയാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയത് ആരാണ്, ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ആണ്. അപ്പോൾ അവരുടെ ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ എന്തായിട്ട് മാറുന്നു, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, പീപ്പിൾ ഫ്രം നിയർ ബൈ ഏരിയാസ് ഫ്ലോക്ക്ഡ് ടു ഡൽഹി ടു സെലിബ്രേറ്റ്. While gaining freedom, our country was also divided into 2 separate independent nations, that is India and Pakistan. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം,
India's first Independence Day, August 15, was not just a moment of happiness but also one filled with the sorrow. സന്തോഷത്തിൻ്റെ ഒരു ദിവസം മാത്രമായിരുന്നില്ല, സങ്കടത്തിൻ്റെയും ഒരു ദിവസമായിരുന്നു ഈ പറയുന്ന 47 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ പാർട്ടീഷനെ പറ്റിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ ഭൂപടം എന്ന് പറയുന്നത്. അതിലും ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗമൊന്നും അപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യ അന്ന് 2 രീതിയിലായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് ഭരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളും അതുപോലെ പ്രിൻസിലി സ്റ്റേറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രിൻസിലി സ്റ്റേറ്റുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യാം. 3 ഓപ്ഷൻസ്. ആദ്യകാലങ്ങളിൽ പല നാട്ടുരാജ്യങ്ങളും ഈ 2 യൂണിയനും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടും പാകിസ്ഥാൻ ഗവൺമെൻറ് ഇടപെട്ടും അവരൊക്കെ ഓരോ ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് വിശദമായിട്ട് പിന്നീട് നോക്കാം. തൽക്കാലം നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനെ പറ്റിയിട്ടാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇടതുവശത്ത് കിടക്കുന്ന ഈ ഭാഗത്തിനെ, അതായത് വെസ്റ്റ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു ഇത്, അതിനെ വെസ്റ്റ് പാകിസ്ഥാൻ എന്നാക്കി മുസ്ലിം മെജോറിറ്റി. ഇനി ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞിരുന്ന ഭാഗത്ത് നിങ്ങൾ ബംഗാൾ പാർട്ടീഷൻ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അന്നേ പ്രശ്നമായിരുന്നതായിരുന്നു അല്ലേ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി. അതിൻ്റെ ഫലവത്തായ മറ്റൊരു വെർഷനായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വിളിച്ചു. ആര് ഡിവൈഡ് ചെയ്തു? സിറിൽ റാഡ്ക്ലിഫ് ഡിവൈഡ് ചെയ്തു. സോ ഹൂ ഈസ് സിറിൽ റാഡ്ക്ലിഫ്? സിറിൽ റാഡ്ക്ലിഫ് ഈസ് എ renowned lawyer in London, was assigned with the task of drawing the detailed boundary map of the partition of India. അല്ലേ, ഇന്ത്യ പാർട്ടീഷൻ മാപ്പ് നിർമ്മിക്കാൻ ഇയാളെയാണ് മനസ്സിലാക്കിയത്. ഓക്കെ, you must have realized that from the map that following partition, although some of the British India provinces went to Pakistan, majority of the territories remained with India. വലിപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം, പാകിസ്ഥാൻ കുറച്ചാണ്, ഇന്ത്യനേക്കാളും കൂടുതലാണ്. അപ്പോൾ നോക്കേണ്ട കാര്യം എന്തായിരിക്കും? ഓൺലി ദ പ്രോവിൻസസ് ഓഫ് ബംഗാൾ ആൻഡ് പഞ്ചാബ് വെയർ ഡിവൈഡഡ്. അപ്പോൾ ഡിവിഷൻ സംഭവിച്ചത് ആർക്കൊക്കെയാണ്? അതായത് ഈ ഭാഗങ്ങളൊക്കെ പണ്ടേ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിവിഷൻ സംഭവിച്ചത്, ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഡിവിഷൻ സംഭവിച്ച 2 റീജിയനാണ് ഈ പറയുന്ന പഞ്ചാബിൻ്റെ പ്രവിശ്യയും അതുപോലെ ബംഗാളിൻ്റെ പ്രവിശ്യയും. ഓക്കെ, ഈ 2 പ്രദേശത്താണ് പ്രശ്നം ഉണ്ടായത്. എന്ത് പറ്റി? വെസ്റ്റ് ബംഗാൾ നമ്മുടെ കൂടെ നിന്നു. എന്നാൽ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്തു? പാകിസ്ഥാനിലോട്ട് പോയി. അതുപോലെ ഈസ്റ്റ് പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമായി നിന്നു. ഈ പറയുന്ന, അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ മാപ്പിൻ്റെ ഈ വശമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്, ഈ വശമാണ് വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബംഗാളിനെ ഡിവൈഡ് ചെയ്ത് നടുക്കൂടി കട്ട് ചെയ്താൽ ഇത് ഈസ്റ്റ് ഭാഗമാണ് ഈസ്റ്റ് ബംഗാളെന്നും ഇത് വെസ്റ്റ് ബംഗാളെന്നും വിളിച്ചു. ഈ ഒരു ഭാഗത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഈസ്റ്റ് പഞ്ചാബ് എന്നും ഈ ഭാഗത്തിന് വെസ്റ്റ് പഞ്ചാബ് എന്നും വിളിച്ചു. ഐഡിയ കിട്ടി കാണുമല്ലോ. അങ്ങനെ ഈസ്റ്റ് പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗവും വെസ്റ്റ് പഞ്ചാബ് എന്ത് ചെയ്തു? പാകിസ്ഥാനിലേക്കും പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ സംഭവിച്ചത്. ഓക്കെ, സിൽഹറ്റ് എന്ന് പറയുന്ന ഭാഗം എവിടത്തെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, ഇത് ആസാമിൻ്റെ പ്രവിശ്യയായിരുന്നു, ബംഗാളിൻ്റെ അല്ലാത്തൊരു പ്രവിശ്യ അന്ന് നമുക്ക് പോയി. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുമായിരുന്നു. ഇത് ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ പ്രവിശ്യ അല്ലെങ്കിൽ നാട്ടിലായിരുന്ന ഏരിയ ആയിരുന്നു. ബട്ട് അതെന്ത് ചെയ്തു? റഫറൻഡം വഴി എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലോട്ട് പോയി. എന്ന് വെച്ചാൽ വോട്ടെടുപ്പ് വഴി എന്ത് ചെയ്തു? പാകിസ്ഥാനിലോട്ട് പോവുകയാണ് ചെയ്തത്. ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്തു? പോയി. പക്ഷേ പ്രശ്നം സംഭവിച്ചത്, പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യവും ഇന്ത്യ അന്ന് മതേതരത്വമാണെങ്കിലും മെജോറിറ്റി ഹിന്ദുക്കളായതുകൊണ്ട് ഒരു ഹിന്ദു രാജ്യം എന്നൊരു രീതിയുമായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് പറ്റി? പാകിസ്ഥാൻ ഏരിയയിൽ ഉൾപ്പെട്ട ഹിന്ദുക്കൾ ഇന്ത്യയിലോട്ടും ഇന്ത്യൻ ഏരിയയിൽ ഉൾപ്പെട്ട മുസ്ലിംസ് പാകിസ്ഥാനിലോട്ടും പലായനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ സമയങ്ങളിൽ ഒരുപാട് അട്രോസിറ്റീസ്, ഒരുപാട് ദുരന്തങ്ങളുണ്ടായി. ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ചരിത്രം പരിശോധിക്കുമ്പോഴും അതിൽ കൂടുതലും എന്തായിരുന്നു? പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ നേരിട്ട പ്രശ്നങ്ങളായിരുന്നു. നിങ്ങൾ മിൽഖാ സിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ പാർട്ടീഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട്, അതായത് അങ്ങനെ അങ്ങോട്ട് അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അവരെന്താണ്, അവരിപ്പോൾ ശത്രുക്കളാക്കി മാറ്റി. ഒരുമിച്ച് ഒരു അയൽവക്കമായിട്ട് ജീവിച്ചിരുന്നവരെ തമ്മിൽ എന്ത് ചെയ്തു? ശത്രുക്കളായിട്ട് മാറുന്ന ഒരു പ്രത്യേക സവിശേഷ സംഭവം അവിടെ നടക്കുകയും അവിടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരുപാട് ബാക്കി വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും ക്രൂരതകൾ നടന്നു. സോ ആഫ്റ്റർ ദ പാർട്ടീഷൻ ആൻ എക്സോഡസ് ഓഫ് ഹിന്ദുസ് ആൻഡ് സിഖ് ടുക്ക് പ്ലേസ് ഫ്രം വെസ്റ്റ് പാകിസ്ഥാൻ ടു പഞ്ചാബ്. സിഖുകാരെയും പറ്റി ഉൾപ്പെടുത്തിയത് ഹിന്ദുക്കൾ മൊത്തത്തിൽ പറഞ്ഞപ്പോഴാണ്. പഞ്ചാബുകാരിലെ സിഖുകാരും ഈ പറയുന്ന ഹിന്ദുക്കൾ അവിടുന്ന് പലായനം ചെയ്തു. ഓക്കെ, പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. അറ്റ് ദ സെയിം ടൈം മെനി മുസ്ലിംസ് ഫ്രം ഇന്ത്യൻ പഞ്ചാബ് മൂവ്ഡ് ടു പാകിസ്ഥാൻ. Although Bengal was partitioned, the migration where did not take place as massive scale on that of Punjab. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ സിറിൽ റാഡ്ക്ലിഫ് ലൈൻ വരച്ചു. 47 സൈൻ ചെയ്യുന്നതോടുകൂടി ഇത് പാകിസ്ഥാൻ, ഇത് ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്യുന്നു.
ബോർഡർ മാർക്ക് ചെയ്യുന്നു, ബോർഡറിനപ്പുറം കടന്നാലേ ഹിന്ദുക്കൾക്ക് സമാധാനം, സിഖുകാർക്ക് സമാധാനം കിട്ടുന്നുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലേ മുസ്ലിമിന് സമാധാനം കിട്ടുന്നുള്ളൂ, മതത്തിൻ്റെ പേരിൽ രാജ്യത്തിനെ കയറി മുറിച്ചു. അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. പണ്ട് തൊട്ടേ നമ്മൾ ഈ പറയുന്ന രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരുടെ കുത്തിത്തിരിപ്പ് കാരണം പല പല പ്രശ്നങ്ങൾ, കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആയിരുന്നു. പക്ഷേ പ്രശ്നം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബംഗാളിൻ്റെ പ്രവിശ്യയിൽ സത്യത്തിൽ ഇതുപോലെയുള്ളൊരു പ്രശ്നം നടന്നില്ല എന്ന് വേണം പറയാൻ. അതായത് ഈ പറയുന്ന പോലെ ക്രൂരതകളൊന്നും ബംഗാളിൽ നടന്നില്ല. അതായത് ബംഗാളിൽ എന്ത് പറ്റി, ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളൊന്നും അങ്ങോട്ട് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരാനും അധികം താല്പര്യമൊന്നും കാണിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാമെന്ന് ചോദിച്ചാൽ അതിന് വളരെ സിമ്പിളായുള്ള ഉത്തരവാണുള്ളത്. ഒന്ന്, ഒരു പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം നടന്ന സ്ഥലമാണ് ഇവിടെ. അന്ന് ഇവിടത്തുള്ള ആൾക്കാർ ഒരുമിച്ച് അതിനെ എന്ത് ചെയ്തു, ചെറുത്ത് നിന്നു. സോ അവർക്ക് ഓൾറെഡി എന്തുണ്ട്, ഒരു രാജ്യസ്നേഹമുണ്ട്, ഒരു സെക്കുലാർ നാഷണലിസം ഉണ്ട്. അതായത് മതത്തിൻ്റെ പേരിലല്ല ജനങ്ങളാണ് രാജ്യമെന്നും അത് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ല ഉള്ളതല്ലെന്നുമുള്ളൊരു യൂണിറ്റി അന്നേ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഡെവലപ്ഡ് ത്രൂ ദ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905. അടുത്ത്, ബംഗാളിലുള്ളവർക്ക് മതത്തെക്കാൾ ഉപരി അവർക്ക് ഐക്യമുള്ളത് അവരുടെ ഭാഷയിലാണ്. നമ്മളവരെ ബംഗാളികൾ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ടെങ്കിലും ആ ബംഗാളികൾ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്ന് അവരെന്തായിരുന്നു, വളരെ കലാപരമായും സാഹിത്യപരമായും അറിവ് കൊണ്ടും അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ വളരെ പ്രോമിനൻ്റായ പലരും ബംഗാളികളായിരുന്നു. സോ ദേ വെയർ മോർ യുണൈറ്റഡ്. അവരെ ബംഗാളി ഭാഷയുടെ ആ ഒരു സ്നേഹം അവരെ ഒരുമിച്ച് നിർത്തി. ഇനി ഇത് രണ്ടും പുറമെ കുറച്ചെണ്ണത്തിന് ചാടാൻ തോന്നിയാലും ചാടാൻ നിവർത്തിയില്ല. എന്താണ്, ബ്രഹ്മപുത്ര നദി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഭാഗത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല, ലാൻഡ് ഏരിയയാണ്, ട്രെയിനിൽ കയറിയൊക്കെ ഇങ്ങ് വരാം, അല്ലെങ്കിൽ മതിൽ ചാടി വരാം. പക്ഷേ ഇവിടെ പറ്റത്തില്ല. അതാ ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച്, ഇതാ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് ഒരു നദി ഇങ്ങനെ വന്ന് പോകുന്നുണ്ടല്ലോ മക്കളെ, പേരെന്താണ്, ബ്രഹ്മപുത്ര നദി. അതുപോലെ ഇവിടുന്ന് ഒഴുകി വരുന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറീസൊക്കെ ഈ ഭാഗത്തോട്ട് ഒഴുകുന്ന കാരണം ഈസി ആയിട്ട് അങ്ങ് ചാടിപ്പോക്കൽ നടക്കുന്നൊരു കാര്യമായിരുന്നില്ല. വളരെ വലിയ കാടാണ് ഇടയ്ക്കുള്ളതും. സോ അതൊക്കെ കൊണ്ട് ഇവിടെ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ചോദിക്കും പരീക്ഷയ്ക്ക്, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള മൈഗ്രേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയി നടന്നതും എന്തുകൊണ്ട് ഈ പറയുന്ന ബംഗാൾ ഭാഗത്തോട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ഭാഗത്തോട്ട് മൈഗ്രേഷൻ നടന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ വെസ്റ്റ് ബംഗാൾ എന്നോ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പിൻ്റെ ഓർമ്മയിൽ വേണം. മാപ്പ് നന്നായി മനസ്സിലൊന്ന് പതിപ്പിച്ച് വെച്ചാലേ പെട്ടെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെ ഡിവിഷൻ നടക്കുകയാണ്. ലൈൻ വരച്ചതാരാണ്? ഈ അപ്പൂപ്പൻ, പേര് സിറിൽ റാഡ്ക്ലിഫ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടോ, എന്ത് ചെയ്തിട്ടില്ല, നെയ്തർ വിസിറ്റഡ് ഇന്ത്യ ബിഫോർ നോർ ട്രൈഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ കൺട്രി. അപ്പോൾ ഈ പറയുന്ന കിഴങ്ങനാണ് എന്ത് ചെയ്തത്, അങ്ങനെ തന്നെ എന്ത് ചെയ്തത്, നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പേരുടെ ജീവന് ജീവഹാനിക്കും മാനം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായത്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് ഉർവശി ഭൂട്ടാലിയ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അവരുടെ പുസ്തകത്തിൽ എഴുതിയൊരു കാര്യമാണ്. ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയതാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 സ്ത്രീകൾ ഒരു കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. 90 സ്ത്രീകൾ. ഇവർ ഹിന്ദുക്കളായിരുന്നു, രജപുത്ര പരമ്പരയിൽ വരുന്നവർ ആയിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ സമയത്ത് ഇവർ എവിടെയായിരുന്നു? റാവൽപിണ്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബോളർ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ പണ്ട്. ഇപ്പോൾ റിട്ടയറായി പുള്ളി, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ റാവൽപിണ്ടി പാകിസ്ഥാൻ ഭാഗമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഭാഗത്ത് അന്ന് ഒരുപാട് ഹിന്ദുക്കളും സിഖുകാരും താമസിക്കുന്നുണ്ടായിരുന്നു. പാർട്ടീഷൻ നടന്നതോടുകൂടി, കാരണം നമുക്കറിയാമല്ലോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ഈ കാര്യങ്ങൾ മുൻകൂട്ടി അവർ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവർ നേരത്തെ പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന പാർട്ടീഷൻ വരുന്നു അല്ലേ, ജൂൺ 7 ഒപ്പിടുന്നു, ജൂൺ 3 വരുന്നു, 7 ഒപ്പിടുന്നു, ഓഗസ്റ്റ് 2 മാസം കൊണ്ട് കാര്യങ്ങൾ നടന്ന് ഇവിടെ അധികാരികളങ്ങ് ഒപ്പിട്ട് വെച്ചെങ്കിലും ജനങ്ങളിലോട്ട് എത്തിക്കാനും ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഉള്ളൊരു പ്രോപ്പർ സമയമോ ഒന്നും കൊടുത്തിരുന്നില്ല. മാത്രമല്ല ഒറ്റ സുപ്രഭാതത്തിൽ ഈ പറയുന്ന സ്വന്തം നാടും ജീവിച്ചിരുന്ന സ്ഥലമൊക്കെ വിട്ടൊഴിഞ്ഞു പോകാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കാരണം ഇവരൊക്കെ പാകിസ്ഥാൻ റീജിയനിലായിരുന്നു. എന്ത് പറ്റി, ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, ഞാൻ മതത്തിൻ്റെ പേര് ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് വേറൊരു രീതിയിൽ എടുക്കരുത്. അന്ന് നടന്ന കാര്യത്തിൽ ആ മതത്തിൽപ്പെട്ടവരായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. സോ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ ഒരു കാര്യത്തെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ ഞാനിവിടെ മുസ്ലിംകാർ വന്ന് അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മുസ്ലിംകാർ മോശം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഹിന്ദുക്കൾ ഇവിടെയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മതമല്ല, വ്യക്തികൾ, ജനങ്ങൾ, മോശപ്പെട്ട മനുഷ്യർ എല്ലാ മതത്തിലും ഉണ്ട്. അങ്ങനെ കുറച്ച് മതത്തിൽപ്പെട്ടവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വില്ലേജ് സറൗണ്ട് ചെയ്യുന്നുണ്ട്, വില്ലേജ് വളയുന്നു, ഇവരെ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ കൊന്നിടുന്നു, സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകുന്നതിലൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഡിഫെൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, അവർ പൈസ ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കണമെങ്കിൽ അവരെന്ത് ചെയ്തു, പൈസ കൊടുക്കാൻ സമ്മതിക്കുന്നു. ഈ കഥ പറഞ്ഞു തരുന്നതാണേ. അടുത്ത ദിവസം ഇവന്മാർ വന്നിട്ട് വീണ്ടും കൂടുതൽ പൈസ ചോദിക്കുന്നു.
പ്രശ്നങ്ങളാകുന്നു. 40 പേരെയോളം എന്ത് ചെയ്യുന്നു, അവർ കൊല്ലുന്നു. അപ്പോൾ പുരുഷന്മാർ മരിക്കുന്നു, സ്ത്രീകൾ എന്ത് ചെയ്യുന്നു മനസ്സിലായി. അവന്മാരെ കൈപ്പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, ബാക്കി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രശ്നങ്ങളാണ്, വഷളാകുമെന്നറിയാം. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ രജപുത്ര ട്രഡീഷൻ, നിങ്ങൾ ഈ പറയുന്ന പത്മാവത് എന്ന് പറയുന്ന ഒരു സിനിമ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കാം. രജപുത്ര ട്രഡീഷനിൽ ഈ പറയുന്ന അല്ലേ, ശത്രുക്കൾ വളഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന 90 സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ഒരു കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതിൽ വെറും 3 പേര് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. കാരണം അവർക്ക് മുങ്ങാനുള്ള വെള്ളമില്ലായിരുന്നു. അപ്പോൾ എത്രത്തോളം ഇതൊന്നും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മാനമാണ് വലുതെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. ജസ്റ്റ് ഒരു പോർഷൻ ടു ഗെറ്റ് എൻ ഐഡിയ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഇത് മാത്രം. അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു. കണ്ടോ, എങ്ങും പലായനങ്ങൾ നടക്കുന്നു, കൂട്ടക്കുരുതികൾ നടക്കുന്നു. ആൾക്കാർ കിട്ടുന്ന വണ്ടിയിൽ കയറി, ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു, ആൾക്കാർ മാക്സിമം ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് വരുന്നവരെ മാക്സിമം കൊന്നൊടുക്കാനായിട്ട് ഇവിടെയുള്ള പാകിസ്ഥാനിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നു. തിരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള അറ്റാക്കുകളെ പറ്റിയിട്ടുള്ള ചരിത്രം ചിലപ്പോൾ പാകിസ്ഥാൻ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കാം. നമുക്കിവിടെ അധികം അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഓക്കെ, എന്തായാലും നടന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഉള്ളവരും അത്ര പുണ്യാളന്മാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദർ ആർ ചാൻസസ്. സോ അങ്ങനെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. കേട്ടോ, അപ്പോൾ എന്താ പറ്റിയത്? അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷൻ ദ പീപ്പിൾ ഓഫ് പഞ്ചാബ് ഹാഡ് ടു സഫർ സിമിലർ ഹാർഡ്ഷിപ്സ്. ദ മെമ്മറീസ് ഓഫ് ലോസിംഗ് ദ ലൗഡ് വൺസ് ക്യാൻ സ്റ്റിൽ ബി ഫെൽറ്റ് ഇൻ ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദോസ് ഏരിയാസ് ടുഡേ. Their memories continue to influence, still molding their attitude and opinions. ഞാൻ പറഞ്ഞാൽ പിടിയിട്ടോ, ഇന്നും പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ പറയുന്ന ഒരു രോക്ഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി അല്ലല്ലോ, അദ്ദേഹം വേറൊരാളാണ്, LK അദ്വാനി. അതുപോലെ എനിക്ക് തോന്നുന്നു വാജ്പേയി, ഇവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരായിട്ടാണ് ഞാൻ ഇവിടെയോ കേട്ടതായിട്ടൊരു ഓർമ്മ. അതുപോലെ മിൽഖാ സിംഗ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഈ പറയുന്ന സമയത്ത് അവിടെ നിന്ന്, അതായത് അവരെ കൺമുമ്പിൽ വെച്ചിട്ട് അവരുടെ അമ്മയെയും സഹോദരിമാരെയും അച്ഛനെയും ഒക്കെ കൊന്നു കളയുന്നത് കണ്ട് രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടി വന്നവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് നോർമലി പാകിസ്ഥാനോട് ഒരു ദേഷ്യം ഉണ്ടാകുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മാതിരി അട്രോസിറ്റീസ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, hundreds of thousands of refugees flowed from India to Pakistan, from Pakistan to India. അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെട്ടു. എവിടെ നിന്നാണോ രക്ഷപ്പെടേണ്ടി വന്നത് അവർക്ക് കഷ്ടതകളും ഉണ്ടായിട്ടുണ്ട്. വൈഡ് സ്പ്രെഡ് വയലൻസ് ടുക്സ് പ്ലേസ് ആൻഡ് ടെൻസ് ഓഫ് തൗസൻഡ്സ് വെയർ കിൽഡ്. അല്ലേ, ഒരുപാട് വയലൻസ് നടന്ന് ഒരുപാട് പേര് മരിച്ചു. കമ്മ്യൂണൽ റിയോട്ട് ബ്രോക്ക് ഔട്ട് ഇൻ പ്ലേസസ് ലൈക്ക് കൊൽക്കത്ത, ഡൽഹി ആൻഡ് ലാഹോർ. എന്ത് പറ്റി? അകത്തും ഇതിൻ്റെ സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ നീ മുസ്ലിം അല്ലടാ, നീ പാകിസ്ഥാനിൽ പോടാന്ന് ഇന്ന് പോലും പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. സോ ഇത്രയും വിവരം കേട്ടപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ ആൾക്കാർ തമ്മിൽ തല്ലിയിട്ട് ഉണ്ട്. മെനി വുമൺ വെയർ ഡിസ്ഓണേർഡ്. മനസ്സിലായി കാണുമല്ലോ, സ്ത്രീകൾ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂമറസ് വുമൻസ് ആൻഡ് ചിൽഡ്രൻ ബിക്കം വിക്ടിം ഓഫ് അബ്ഡക്ഷൻ. ഒരുപാട് പേരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, ഒരുപാട് പേരെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെയൊക്കെ അവിടെ നിന്ന് അമ്മമാരെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയ ചരിത്രവും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എന്ത് പറ്റി, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ പറഞ്ഞ സാധനം ഞാൻ മലയാളത്തിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണല്ലോ, പുതിയ ടെക്നിക്കൽ വാക്കുകളൊന്നും ഇവിടെ വരുന്നില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്തു, ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, സ്വതന്ത്രമായി. അതോടൊപ്പം തന്നെ എന്ത് പറ്റി, സന്തോഷം മാത്രമല്ല, അത് ഒരു വിഷമവും നിറഞ്ഞൊരവസ്ഥ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിഭജനം നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ കിഴക്ക് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, കിഴക്ക് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ, പടിഞ്ഞാറ് പാകിസ്ഥാൻ എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യൻ വിഭജനത്തിൻ്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായിട്ട് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധനായ അഭിഭാഷകനായ ആരെ കൊണ്ടുവരുന്നു, സിറിൽ റാഡ്ക്ലിഫിനെ എന്ത് ചെയ്യുന്നു, അയക്കുന്നു, ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മാപ്പ് നിർമ്മിക്കുന്നു. ഓക്കെ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൊത്തം ഇന്ത്യയുടെ ഭാഗങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ കുറച്ച് ഭാഗം എന്ത് ചെയ്തു, പാകിസ്ഥാന് പോയി. എന്നാൽ നോക്കിയേ, ബംഗാൾ, പഞ്ചാബ് ഭാഗങ്ങളിലാണ്, പ്രവിശ്യകളിലാണ് എന്ത് പറ്റിയത്, കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചത്. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിന്നപ്പോൾ എന്ത് പറ്റി, പൂർവ്വ ബംഗാൾ ഈ പറയുന്ന കിഴക്കൻ പാകിസ്ഥാനിലേക്ക് മാറി. അതുപോലെ തന്നെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പഞ്ചാബിൻ്റെയും, ഇന്ത്യയുടെ പൂർവ്വ പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് പഞ്ചാബ് ഇന്ത്യയുടെയും, അതുപോലെ തന്നെ പശ്ചിമ പഞ്ചാബ് അഥവാ വെസ്റ്റ് പഞ്ചാബ് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. വിഭജനാനന്തരം എന്ത് പറ്റി, പാകിസ്ഥാൻ്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും ഹിന്ദുക്കളും അതുപോലെ സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതേസമയം ഇന്ത്യ എന്ത് പറ്റി, ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് അങ്ങോട്ടും എന്ത് പറ്റി, പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം. എന്നാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ബംഗാൾ ഭാഗത്തുണ്ടായില്ല. നോക്കിയേ, പഞ്ചാബിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു കൂട്ടപലായനം എവിടെ വന്നില്ല, ബംഗാളിൽ വന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ഒന്ന്, 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷിതമായിട്ടുള്ള ദേശീയത, മതമല്ല രാജ്യമാണ് വലുത്. ബംഗാൾ ജനതയുടെ ഭാഷാപരമായിട്ടുള്ള ഐക്യം,
അതുപോലെ ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടാക്കിയ ഈ പറയുന്ന ഒരു നാച്ചുറൽ ബൗണ്ടറിയും ഇതിന് കാരണമായിട്ട് മാറി. വിഭജനം നടന്നതിൻ്റെ വിഷമത്തിനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. വ്യാപകമായിട്ടുള്ള അക്രമങ്ങളും അതുപോലെ എന്താണ് 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ എന്നിവിടങ്ങളിൽ എന്തുപറ്റി? വർഗീയ ലഹളകൾ നടന്നു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. അതുപോലെ നിരവധി സ്ത്രീകളും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകലിനും ഇരയാവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെ വേറൊരു സംഭവം നടക്കുകയാണ്. എന്തുവാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 കഴിഞ്ഞു. അടുത്ത വർഷം 48 ജനുവരി 30. അതായത് ഇതിൻ്റെ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾ ഹാപ്പി അല്ല. ബിക്കോസ് രാജ്യം മൊത്തം അരക്ഷിതാവസ്ഥയാണ്, എന്തും മതത്തിൻ്റെ പേര് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ വിഭജനം നടന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്നൊരു ചിന്തയൊക്കെ ചില ആൾക്കാർക്കിടയിൽ ഉണ്ടായി. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതിൻ്റെ ഫലമായിട്ട് നാഥുറാം വിനായക് ഗോഡ്സെ, ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യമൊന്നുമല്ല, ആരാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ പിന്നിൽ മഹാത്മാഗാന്ധി ആയിരുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലൂടെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നൽകിയ പത്രക്കുറിപ്പാണിത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്ത് പറ്റി, ആ പ്രകാശം എന്നേക്കും മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്, പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റി, പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല, 1000 വർഷങ്ങൾ. ഓക്കെ, സംഭവം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജിയെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ചിട്ട് 48 ജനുവരി 30 എന്ത് പറ്റി, വർഗീയവാദിയായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വിഷയങ്ങളാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടു. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇനി ഒരു വശത്ത് പ്രശ്നങ്ങൾ തീരുന്നില്ല, രാജ്യം മൊത്തം അങ്ങനെ വെച്ചാൽ ബ്രിട്ടീഷുകാർ സത്യത്തിൽ നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തൊരു പരിപാടിയൊന്നും ആയിരുന്നില്ല ഇത്. നമുക്കൊരു പണി തരിക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദ ഫാദർ ഓഫ് നേഷൻ ബിക്കംസ് എ മാർട്ടിയർ എന്ന് പറ്റി 1948 ഓഗസ്റ്റ് 30 നാഥുറാം വിനായക് ഗോഡ്സെ, എ കമ്മ്യൂണലിസ്റ്റ് വർഗീയവാദി, എന്ത് ചെയ്തു, മഹാത്മാഗാന്ധിയെ ബിർള ഹൗസ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനുശേഷവും ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങോട്ട് വന്ന ഈ അഭയാർത്ഥികളെ എന്ത് ചെയ്യും വിഷയമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറേയൊക്കെ സ്വതന്ത്രമായി നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് ചേർക്കണം. അപ്പോൾ അതും എന്തായിരുന്നു ഒരു വിഷയം ആയിരുന്നു. അപ്പോൾ നോട്ട് ഇവിടെ ഉണ്ട്, പ്ലാൻ ടു പാർട്ടീഷൻ ഇന്ത്യ, ആ ഭാഗങ്ങൾ ഞാൻ ഇവിടെ ചുരുക്കി തന്നിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ബെസ്റ്റ് സിമ്പിളാക്കി പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാം. അടുത്ത് ബംഗാൾ എന്തുകൊണ്ടാണ് പാർട്ടീഷന് പങ്കെടുത്തില്ല എന്നുള്ള പോയിന്റുകൾ തന്നെ കുറച്ചുകൂടി ലളിതമായിട്ടുള്ള ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ കോസ്റ്റ് ബൈ സീരീസ് പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, ഇതൊക്കെ നമ്മളിവിടെ നോട്ട് എഴുതി കാണാതെ മനപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളാണ്. മഹാത്മാഗാന്ധിയുടെ മരണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി ഭാഗം എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.